സമ്പത്തിരട്ടിയാക്കാൻ സഹായിക്കുന്ന കൂട്ടം. സ്വർണം നൽകിയാൽ ഇരട്ടിപ്പിക്കും, അതും മന്ത്രവാദത്തിലൂടെ. സ്വർണ്ണ നിറമുള്ള കടലാസിൽ അറബി മന്ത്രം എഴുതും. 55,000 രൂപ നൽകിയാൽ മതി. കൂടോത്രം കുഴിച്ചെടുക്കും, തകിട് കുഴിച്ചിടും. ഇതെല്ലാം അർദ്ധരാത്രിയിലാണ് ചെയ്യുക. അപ്പോഴാണ് 13-കാരി പാത്തൂട്ടി മന്ത്രവാദി ജിന്നുമ്മയുടെ ദേഹത്തു കയറുക. മലയാളം സംസാരിക്കുന്ന കർണാടകക്കാരിയായ പാത്തൂട്ടിയുടെ ആത്മാവ് പ്രവേശിച്ചാൽ പിന്നെ ജിന്നുമ്മ ഉറഞ്ഞു തുള്ളും. പിന്നെ പരിഹാരക്രിയ, അതിനായി സ്വർണവും പണവും വേണം. അങ്ങനെ ജിന്നുമ്മ പ്രവാസി അബ്ദുൾ ഗഫൂർ ഹാജിയുടെ വീട്ടിലെത്തുന്നു. പിന്നാലെ പ്രവാസി വ്യവസായിയുടെ മരണം, അല്ല കൊലപാതകം. സിനിമാ കഥകളെ വെല്ലുന്ന ട്വിസ്റ്റ്. ബാക്ക് ടു കേസ് ഡയറിയിൽ പൂച്ചാക്കൽ ഗഫൂർ ഹാജി മർഡർ കേസ്. ഏപ്രിൽ 14 റംസാൻ കാലം. അത് ഒരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു. നോമ്പുതുറയിൽ പങ്കെടുത്ത് വീട്ടിലേക്ക് മടങ്ങിയെത്തിയ പൂച്ചക്കാട്ടെ പ്രവാസി വ്യവസായി അബ്ദുൾ ഗഫൂർ ഹാജിയുടെ കുടുംബം കാണുന്നത് നടുമുറ്റത്ത് വീണുകിടക്കുന്ന വീട്ടുടമയുടെ മൃതദേഹം. നാട്ടിൽ എല്ലാവർക്കും പ്രിയപ്പെട്ടവൻ, മുൻ പള്ളി കമ്മിറ്റി ഭാരവാഹി, ജീവകാരുണ്യ പ്രവർത്തകൻ, ഇതെല്ലാമായിരുന്നു അബ്ദുൾ ഗഫൂർ ഹാജി. സ്വാഭാവിക മരണം എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു ചിന്തയും ആർക്കും ഉണ്ടായില്ല. പള്ളി കമ്മിറ്റിക്കാരെ വിവരമറിയിച്ചു. പിന്നീട് കബറടക്കുകയും ചെയ്തു. ഹാജിയെ അവസാനമായി ഒരു നോക്ക് കാണാനായി ആ ഗ്രാമം മുഴുവൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഒഴുകിയെത്തി. അവിടെ കൂടിയ ആളുകൾക്കിടയിൽ നിന്ന് ചില ചിന്തകൾ ഉയർന്നു, ചില ചോദ്യങ്ങൾ ഉയർന്നു. തങ്ങൾ ഹാജിക്ക് കൈമാറിയ സ്വർണം എവിടെ പോയി? അവിടെ നിന്നാണ് ഈ കേസിന്റെ പ്രധാന വഴിത്തിരിവുകൾ ഉണ്ടാവുന്നത്. മരിക്കുന്നതിന് 2 ദിവസം മുൻപ് വരെ ഇദ്ദേഹം പലരിൽ നിന്നായി സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിയിരുന്നു. സ്വർണം കടമായി വാങ്ങിയെന്ന് ചില ബന്ധുക്കളും സുഹൃത്തുക്കളും പറഞ്ഞപ്പോഴാണ് വീട്ടുകാർ പോലും കാര്യമറിയുന്നത്. ഷാർജയിൽ 1-ലേറെ സൂപ്പർ മാർക്കറ്റുകളുടെ ഉടമയാണ് ഹാജി. സാമ്പത്തികമായി വളരെ മെച്ചപ്പെട്ട സ്ഥിതിയിലുള്ള ആൾ എന്തിനാണ് ഇത്രയും സ്വർണം ശേഖരിച്ചതെന്ന ചോദ്യവും ഉയർന്നു. ഹാജിയുടെ മരണം കൊലപാതകമാണെന്നുള്ള വാദം നാടിന്റെ നാനാദിക്കുകളിൽ നിന്നും ഉയർന്നു. ഏറ്റവും ഒടുവിൽ ഒരു അന്വേഷണ സംഘം എത്തി. പക്ഷേ ആ അന്വേഷണ സംഘത്തിനോട് കൃത്യമായി യോജിച്ചു പോവാൻ നാട്ടുകാർക്കോ വീട്ടുകാർക്കോ കഴിഞ്ഞില്ല. അവരുടെ അന്വേഷണത്തിൽ തൃപ്തിയില്ല എന്ന് തന്നെയാണ് അവർ ഉയർത്തിപ്പിടിച്ചിരുന്ന പ്രധാനപ്പെട്ട ആരോപണം. നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് പ്രതിഷേധങ്ങൾ തുടർന്നതോടെ അന്വേഷണം ദ്രുതഗതിയിലായി. ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിച്ച കേസിന്റെ ചുമതല പിന്നീട് ജില്ലാ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയ്ക്കായി. ഇവിടെ ആദ്യം അന്വേഷിച്ചുകൊണ്ടുണ്ടായത് ബേക്കലം പോലീസ് സ്റ്റേഷനിൽ നിന്നും. പിന്നെ ആ കേസ് ഒന്നും അതിൻ്റെ പേപ്പർ അത് എല്ലാം കെട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് SP ഈ ഞങ്ങൾ നിരന്തരം SP അടുത്ത് പോകും, SP ശില്പി സാറിൻ്റെ അടുക്കെ. പിന്നെ അവിടെ നിന്നാണ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ DYSP ജോൺസൺ സാർ ഇവിടെ ചാർജ് എടുത്തത്. ആ സമയത്ത് SP ഞങ്ങളെ വിളിച്ചിട്ട് അന്വേഷിച്ച് ഇത് ഇങ്ങനെയുള്ള ഒരാളുണ്ട്, അവരെ കയ്യിൽ ഞാൻ അന്വേഷണം ഏൽപ്പിക്കുന്ന നിങ്ങൾക്കെന്തും അതിർപ്രതി ഉണ്ടോ എന്ന്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞില്ല, കാരണം നല്ലൊരു ഉദ്യോഗസ്ഥാണെങ്കിൽ അവർ തിരുവനന്തപുരം അവിടെ ഇവിടെ 1-2 കേസ് തെളിയിച്ച കാര്യമൊക്കെ പറയുമ്പോൾ അവർ കേൾപ്പിക്കാൻ ഞങ്ങളും സമ്മതം കൊടുത്തു. ആ സാറിൻ്റെ അന്വേഷണത്തിൻ്റെ മികവിലാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. പൂച്ചക്കാട് ഹൈദ്രോസ് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ കബറടക്കിയ മൃതദേഹം 2023 ഏപ്രിൽ 27 പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്തു. ആഭിചാര ക്രിയകളുടെ ഭാഗമായി സ്വർണം കുഴിച്ചിട്ടിരിക്കാമെന്ന നിഗമനത്തിന്റെ ഭാഗമായി ഗഫൂർ ഹാജിയുടെ വീട്ടുപറമ്പിൽ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് പരിശോധന നടത്തി. സംശയമുള്ള പലയിടങ്ങളിലും പോലീസ് സ്വർണത്തിനായി കുഴിച്ചു നോക്കി. എന്നാൽ സ്വർണം എവിടെയും കണ്ടെത്താനായില്ല. ജിന്നുമ്മയെക്കുറിച്ച് ഗഫൂർ ഹാജിയുടെ കുടുംബം നൽകിയ പരാതിയിൽ നേരത്തെ സൂചനകളുള്ളതിനാൽ ഇവരെ കേന്ദ്രീകരിച്ചായിരുന്നു വിശദമായ അന്വേഷണം നടന്നത്. എന്നാൽ പോലീസ് ചോദ്യം ചെയ്യലിന്റെ പേരിൽ പീഡിപ്പിക്കുകയാണെന്ന് ആരോപിച്ച് പ്രതികൾ രംഗത്തെത്തി. അന്വേഷണം തടസ്സപ്പെടുത്താനായിരുന്നു ഇവരുടെ ശ്രമം. അങ്ങനെ പതിയെ പതിയെ കുറ്റകൃത്യത്തിന്റെ ചുരുളുകൾ അഴിഞ്ഞു തുടങ്ങി. മരണം രാവിലെ തന്നെ 5:30 മണി 6 മണിയാകുമ്പോൾ തന്നെ അവരോട് പ്രതികൾ ഇവിടെ എത്തിയിരുന്നു. അപ്പോൾ പിന്നെ എല്ലാ കർമ്മത്തിനും ഈ 1-ാം പ്രതി ഉപയോഗിച്ച് ഇവിടെ സജീവമായിരുന്നു. അതേപോലെ 5-ാം പ്രതി സൈഫുദ്ദീനും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. മയത്ത് കുളിപ്പിക്കലിനും എല്ലാ കാര്യത്തിനും അവർ തന്നെ മുമ്പന്തിയിലുണ്ടായിരുന്നു. അപ്പോൾ വെള്ളിയാഴ്ച കൊണ്ട് പെട്ടെന്ന് എടുക്കാന്നുള്ള ഒരു തിടുക്കത്തിലാണ് അവർ ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞ് 2 ദിവസം വരെ അവരിവിടെ തന്നെ ഉണ്ടായിരുന്നു എല്ലാ കാര്യത്തിനും. 2 ദിവസം കഴിഞ്ഞ് സ്വർണത്തിൻ്റെ പ്രശ്നം വരുമ്പോൾ പിന്നെ അവർ ബാക്കോട്ട് വലിഞ്ഞു. പിന്നെ അവർ ഇങ്ങോട്ട് വന്നിട്ടില്ല. പിന്നെ അവർ കുറേ കാലം വരെ ഇങ്ങോട്ട് ഈ ഭാഗത്തേക്ക് വന്നിട്ടേ ഉണ്ടായിട്ടില്ല.
മരണപ്പെട്ടതിൻ്റെ സമയം കുറച്ച് ഇതാകുമ്പോൾ ആൾക്കാരിങ്ങനെ സ്വർണ്ണത്തിനെ കുറിച്ച് പറഞ്ഞിട്ട് വന്ന് പിന്നെ ഇവരോട് ചോദിക്കുന്ന ഇതായിട്ടാകുമ്പോൾ തന്നെ പിന്നെ ഇവർ മടങ്ങി ഈ ഭാഗത്ത് വന്നില്ല. ജിന്നുമ്മയുടെ സഹായികളായി പ്രവർത്തിക്കുന്ന ചിലരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ വലിയ തുക നിക്ഷേപം വന്നതായി പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞു. ഹാജിയിൽ നിന്നും മന്ത്രവാദിനിയായ യുവതി 10 ലക്ഷം രൂപയും സ്വർണ്ണാഭരണങ്ങളും നേരത്തെ കൈപ്പറ്റിയതിന്റെ രേഖകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചു. ഇതോടെ അന്വേഷണത്തിൽ വഴിത്തിരിവുണ്ടായി. തെളിവുകൾ ഓരോന്നായി വീണ്ടെടുക്കപ്പെട്ടതോടെ പ്രതികൾ വലയിലായി. നമ്മൾ അറസ്റ്റ് ചെയ്ത പ്രതികളെക്കുറിച്ച് ആളുകളൊക്കെ സംശയം പറഞ്ഞിരുന്നു. ഈ വീടുമായിട്ട് വളരെയധികം ബന്ധമുള്ള ആളുകളായിരുന്നു. മരണപ്പെട്ട ദിവസം ഇവരുടെ സാന്നിധ്യം ഈ പ്രദേശത്ത് തന്നെ ഉണ്ടായിരുന്നു. അവർ രാവിലെ തൊട്ട് ഈ പ്രദേശത്ത് തങ്ങുകയും മൂന്നാം പ്രതിയായിട്ട് പറയുന്ന സ്ത്രീയുടെ വീട് ഇതേ ടവർ ലൊക്കേഷനിൽ തന്നെയാണ്. അതുപോലെ തന്നെ പോലീസ് പിറ്റേ ദിവസം ചോദിക്കുകയോ അന്വേഷിക്കുകയോ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറുപടി പറയുന്നതിന് വേണ്ടി ഇവർ മനഃപൂർവ്വം ചില തെളിവുകളൊക്കെ സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട്. അതെല്ലാം നമ്മൾ കണ്ടെത്തുകയും നമ്മളത് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ജിന്നുമ്മ എന്ന് പറയുന്ന ഈ സ്ത്രീ ഈ കാസർഗോഡ് ജില്ലയിലെ അതുപോലെ മറ്റു സ്ഥലത്തെ ഒരുപാട് ആളുകളെ ഇതുപോലെ മന്ത്രവാദവും മറ്റു സേവകളും നടത്തി കുടുംബം തകർത്ത ഒരു വ്യക്തി എന്ന നിലയിൽ അവരുടെ അറസ്റ്റ് ഈ നാടിൻ്റെ ഏറ്റവും വലിയൊരു ചോദ്യചിഹ്നമായി മാറിയിരുന്നു. അത് വളരെ സന്തോഷിക്കുകയാണ് ഞങ്ങളോടൊപ്പം ഈ നാട്ടിലെ പേര് വെളിപ്പെടുത്താത്ത ഒരുപാട് ആളുകൾ. ബാര മീത്തൽ സ്വദേശി ഉവൈസ്, ഭാര്യ ഷമീന എന്ന ജിന്നുമ്മ, മുക്കൂട് ജിലാനി നഗർ സ്വദേശി അസ്നിഫ, മധൂർ കൊല്യ സ്വദേശി ആയിഷ എന്നിവരാണ് കേസിലെ പ്രതികൾ. ഉവൈസ് അബ്ദുൾ ഗഫൂറിന്റെ തല ശക്തിയായി ഭിത്തിയിലിടിച്ചാണ് കൊന്നതെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. ഹാജിയുടെ മരണകാരണം കേവലം ഒരു ഹാർട്ട് അറ്റാക്ക് ആണെന്ന അനുമാനത്തിലേക്ക് എത്തുകയായിരുന്നു ആദ്യഘട്ടത്തിലൊക്കെ തന്നെ അന്വേഷണ സംഘം. കൃത്യമായ ഒരു നിലപാടുമായി കുടുംബവും നാട്ടുകാരും ഒന്നിച്ചു നിന്നതോടെയാണ് സത്യം പുറത്തു വന്നത്. ഇതൊരു സൂചനയാണ്. പല കുറ്റകൃത്യങ്ങളുടെയും സത്യം ഇനിയും പുറത്തു വരേണ്ടിയിരിക്കുന്നു. ഷാജു ചന്തപ്പുരയ്ക്കൊപ്പം സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.